തെറ്റായ കാര്യങ്ങൾ ഉണർത്തുകയും ചൂണ്ടിക്കാണിക്കുകയും മതപരമായ വിധിവിലക്കുകൾ ആരുടെ എതിർപ്പുകളുണ്ടെങ്കിലും അതൊക്കെ അവഗണിച്ചുകൊണ്ട് സമൂഹത്തിൽ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട അടിയന്തര പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞാൽ അൽ അംറു ബിൽ മഅറൂഫ് വൻ നഹ്യു അനിൽ മുൻകർ എന്ന് പറയും. നല്ലത് മുഴുവൻ ഏതൊക്കെയാണോ അത് മുഴുവൻ ആളുകളെ ഉണർത്തിക്കൊണ്ടിരിക്കുക, ഉപദേശിച്ചുകൊണ്ടിരിക്കുക. തിന്മ ഏതൊക്കെയാണോ അതെപ്പോഴും ആളുകളുടെ മുഖം നോക്കാതെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടിരിക്കുക, ഉണർത്തിക്കൊണ്ടിരിക്കുക. ഇതൊരു പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ്. അത് മുസ്ലിങ്ങൾ നിർവഹിച്ചുകൊണ്ടേയിരിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗലോകം എന്ന് പറയുന്നത് അതിലേറ്റവും ഉയർന്ന പദവിയാണ് ഫിർദൗസ്. 100 പദവികളുണ്ട് സ്വർഗത്തിൽ എന്ന ഹദീസുകൾ പറയുന്നത്. ഗ്രേഡ് കുറഞ്ഞതും കൂടിയതും മീഡിയം പല ഐറ്റംസ് ഉണ്ട്. ഓരോ ഗ്രേഡും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. ഈ 100 തരം ഗ്രേഡുകളിൽ നമ്പർ 1 വിശുദ്ധ ഖുർആൻ പറയുന്നു, അൽ ആമിറൂന ബിൽ മഅറൂഫ് വന്നാഹൂന അനിൽ മുൻകർ. നല്ല കാര്യങ്ങൾ ഉപദേശിക്കുകയും ചീത്ത കാര്യങ്ങൾ സമൂഹത്തെ വിലക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് ഫിർദൗസ് എന്ന സ്വർഗമെന്ന് സയ്യിദുന വഹബീബുന നബിയുൽ മുസ്തഫ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ഈ കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ ഖാലിദീന ഫീഹാ ലാ യബൂന അൻഹാ ഹിവലാ. നിശ്ചയം യഥാർത്ഥ വിശ്വാസം കൈക്കൊള്ളുക, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. അത്തരം ആളുകൾക്ക് അള്ളാഹു നിശ്ചയിച്ചു വെച്ചതാണ് ഫിർദൗസ് നുസുല, അള്ളാഹുവിന്റെ വിരുന്നായി സൽക്കാരമായി ഫിർദൗസ് എന്ന പ്രത്യേകമായ സ്വർഗം. ഖാലിദീന ഫീഹ, അവിടെ എത്തിയാലും അത് ശാശ്വതമായി, പിന്നെ അവിടെ സുഖ സൗകര്യത്തോടുകൂടി സുന്ദരമായ ജീവിതമാണ്. ലാ യബൂന അൻഹാ ഹിവല, ഒരിത്തിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിപ്പോകൂല, അവിടെ തന്നെയാണ്, പിടിച്ചു മാറ്റാൻ ആരുമില്ലെന്ന് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പറയുന്നത്. ഈ സ്വർഗം ഖുർആന്റെ തഫ്സീറുകളൊക്കെ പറയുന്നു, ലിൽ ആമിരീന ബിൽ മഅറൂഫ് വന്നാഹീന അനിൽ മുൻകർ, നല്ലത് ഉപദേശിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്ന ആളുകൾക്ക്. ഞാൻ സൂചിപ്പിക്കാൻ കാരണം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമ്മുടെ വിശ്വാസ സംരക്ഷണം, ഇവിടെ ഖുർആൻ അല്ലദീന ആമനു, യഥാർത്ഥ വിശ്വാസം കൈക്കൊള്ളുക എന്ന് തന്നെയാണ് പ്രധാനം. ആ യഥാർത്ഥ വിശ്വാസത്തിൽ നമ്മൾ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള പ്രവർത്തന പദ്ധതികളും ഉത്ബോധനങ്ങളുമാണല്ലോ സമസ്ത നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമസ്ത ഇത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നമ്മളൊന്നും ഈ യഥാർത്ഥ വിശ്വാസത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. വിട്ടുവീഴ്ചയില്ലാതെ ആദർശ രംഗത്ത് ആ സമീപനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയതിന്റെ ഫലമായിട്ട് നമ്മൾ വിജയകരമായി പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കാണ് സമസ്തയെക്കുറിച്ച് സംശയമുള്ളത്? ആർക്കാണ് സുന്നത്ത് ജമാഅത്തിനെ കുറിച്ച് സംശയമുള്ളത്? ഈ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനന്ദന്മാർ ഓരോരുത്തരോടും ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സ്വന്തം ഗുരുവര്യന്മാരെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ഗുരുവര്യന്മാരെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ആദരണീയരായ നേതാക്കന്മാരെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അവരൊക്കെ നല്ലവരായിരുന്നില്ലേ? അവരൊക്കെ വളരെ വിശുദ്ധമായ ജീവിതം നയിച്ചവരായിരുന്നില്ലേ? നമ്മൾ പ്രിയങ്കരായ SKSSFന്റെ ജനറൽ സെക്രട്ടറി സുഹൃത്ത് റഷീദ് ഫൈസി വെള്ളായിക്കോട് എത്തിച്ചേർന്നിട്ടുണ്ട്. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ഈ സംഘത്തെ നേർവഴിക്ക് നയിക്കാനുള്ള തൗഫീഖ് അള്ളാഹു അദ്ദേഹത്തിനും സഹപ്രവർത്തകർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മുഴുവൻ മുൻഗാമികളും നമ്മൾ സ്വീകരിച്ചു വന്ന പാത അവരുടേതാണ്. അവർ സത്യസന്ധരായിരുന്നു, അവർ നല്ല നിലയിൽ ജീവിച്ചവരായിരുന്നു, അവർ ദുആക്ക് ഇജാബത്തുള്ളവരായിരുന്നു, അവരങ്ങനെ തന്നെ ഈമാൻ സലാമത്തായി മരണപ്പെട്ടു പോയവരായിരുന്നു. നിങ്ങൾ ഓരോരുത്തരെ കുറിച്ച് ചിന്തിച്ചു നോക്ക്. നമ്മൾ എന്തിനാണ് വഴിമാറിപ്പോകുന്നത്? എന്തിനാണ് മാറി ചിന്തിക്കുന്നത്? ഞാൻ പറയട്ടെ, എൻ്റെ പ്രധാന ഗുരുവരൻ എൻ്റെ പ്രിയപ്പെട്ട പിതാവാണ്. സമസ്ത കേരള ജംഇയ്യത്ത് കേന്ദ്ര മുഷാവറയിൽ ഉണ്ടായിരുന്നു. ഈ തൊട്ടടുത്ത വാഴയൊരു 18 വർഷം ദർസ് നടത്തിയ പിതാവായിരുന്നു എൻ്റെ പിതാവ്. എൻ്റെ പിതാവാണ് എൻ്റെ പ്രധാന ഗുരുവരൻ. എൻ്റെ പിതാവ് ഖുർആൻ ഹാഫിദായിരുന്നു, പക്ഷെ ഹിഫ്ള് കോളേജിൽ പോയി പഠിച്ചിട്ടില്ല.
അത് കൃത്യമായി ഖുർആൻ ഓതി 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 ഹാഫിളായതാണ്. വീട്ടിലിരിക്കുന്ന സമയത്ത് ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കും. ഈ കഴിഞ്ഞ 3 വർഷം ഒരു വിശുദ്ധ റമദാന് വെള്ളിയാഴ്ച സുബ്ഹിക്ക് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ കടന്ന് ഓതിക്കൊണ്ടാണ് പരലോകത്തേക്ക് യാത്ര തിരിച്ചത്. അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും എനിക്ക് ദർജ ഉയർത്തി കൊടുക്കുവാറാട്ടെ. എൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദാണ് വന്യരായ റഈസ് മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ. നവ്വറല്ലാഹു മർഖദഹു ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. കണ്ണിയത്ത് ഉസ്താദിന് എൻ്റെ ഉപ്പാനോട് ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ടെങ്കിലും ഒരു പ്രത്യേക സ്നേഹമായിരുന്നു എന്ന് പറയാറുണ്ട്. ഞാൻ കണ്ണിയത്ത് ഉസ്താദിനെ സന്ദർശിക്കുന്ന സമയത്ത് ഓക്കെയുടെ മകനാണെന്ന പ്രത്യേക അംഗീകാരം കിട്ടി. കാരണം എൻ്റെ ഉപ്പയും ഉസ്താദും തമ്മിലുള്ള ബന്ധം അങ്ങനെയായിരുന്നു. കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. കണ്ണിയത്ത് ഉസ്താദിന്റെ ദർസിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ ഉപ്പ അരിപ്ര മൊയ്തീൻ ഹാജി നവ്വറല്ലാഹു മർഖദഹു ആ മഹാപണ്ഡിതന്റെ ദർസിലായിരുന്നു പഠിച്ചിരുന്നത്. അരിപ്ര മൊയ്തീൻ ഹാജി എന്ന് പറയുമ്പോൾ സമസ്ത മുഷാവറയിലെ ആ പഴയ കാലത്തെ പ്രധാന മെമ്പറായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മകന്റെ മകനാണ് CK അബ്ദുറഹ്മാൻ ഫൈസി 10,250 കുട്ടികളെ വെച്ചുകൊണ്ട് ആലത്തൂർപ്പടിയിൽ ദർസ് നടന്ന മഹാപണ്ഡിതൻ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനൊരു സ്ഥലത്ത് വായിച്ചിട്ടുണ്ട്, അരിപ്ര മൊയ്തീൻ ഹാജി ഹറമിൽ പോയി ദീർഘകാലം മക്കയിൽ പഠിച്ചു. മക്കയിൽ കുറെ കാലം പഠിച്ചിട്ട് അദ്ദേഹം മദീനയിൽ പോയി പഠിച്ചു. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഒരു വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചന കിട്ടിയിട്ടാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയത് എന്ന്. എൻ്റെ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയൊന്നും ആളുകൾക്ക് കാണാനും തങ്ങളെ നിർദ്ദേശം കിട്ടാനും സാധ്യതല്ല. അതിനൊക്കെ ആ തരത്തിൽ നല്ല മനുഷ്യരായിരിക്കണം. ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഉപ്പ എനിക്ക് ആ സംഭവം പറഞ്ഞു തന്നിട്ടുണ്ട്. എൻ്റെ വല്യപ്പ മഹാനായ അരിപ്ര മൊയ്തീൻ ഹാജി സാഹിബ് അവർകൾ വിശുദ്ധ മക്കയിൽ ആ കാലഘട്ടത്തിലെ പ്രമുഖരായ പണ്ഡിതന്മാരുടെ ശിഷ്യനായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഹനഫി മുസല്ലയിൽ അവർ രാത്രി കടന്നുറങ്ങുകയാണ്. ഏത് ഹനഫി മുസല്ല? വിശുദ്ധ മസ്ജിദുൽ ഹറാമിന് ഈ അടുത്ത കാലഘട്ടം വരെ വഹാബി പ്രസ്ഥാനത്തിന് വിളയാട്ടം വരുന്നത് വരെ 4 മദ്ഹബിന്റെ ഇമാമുകൾക്കും പ്രത്യേകം നിസ്കരിക്കാൻ പ്രത്യേക മുസല്ലകൾ ഉണ്ടായിരുന്നു. പ്രത്യേകമായ കെട്ടിടത്തിന്റെ രൂപത്തിൽ സംവിധാനിച്ച 4 ഭാഗത്ത് ഹനഫി മുസല്ല, മാലിക്കി മുസല്ല, ഹംബലി മുസല്ല, ഷാഫി മുസല്ല. ഇതിൽ മഹാനായ എൻ്റെ വന്യരായ പിതാവ് ഹനഫി മുസല്ലയിൽ വല്ലിപ്പ കടന്നുറങ്ങുകയായിരുന്നു. സ്വപ്നത്തിൽ കഅബയുടെ ഭാഗത്ത് ഒരു വെളിച്ചത്തിന്റെ പ്രളയം. ആ സ്വപ്നത്തിലായ എൻ്റെ ഉസ്താദ് എനിക്ക് പറഞ്ഞു തന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ വരവിൽ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് മദീനയിലേക്ക് വരാൻ നിർദ്ദേശം തന്നു. അങ്ങനെയാണ് ഞാൻ മദീനയിലേക്ക് പോയത്. മദീനയിൽ ചെന്നിട്ടോ പ്രമുഖരായ പണ്ഡിതന്മാർ, അദ്ദേഹത്തിന്റെ ഗുരുവരൻ അവിടെ ലോക പ്രശസ്തനായ സുന്നത്ത് ജമാഅത്തിന്റെ ഗ്രന്ഥകാരനും മഹാപണ്ഡിതനുമായ ഷെയ്ഖ് യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ. ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മളൊന്നും തെറ്റായ വഴിയിലല്ല. അള്ളാഹുവിന്റെ ഹബീബിനെ സ്വപ്നം കാണണമെങ്കിൽ അർഹിക്കുന്ന ആളുകൾ മാത്രമേ കാണൂ. സ്വപ്നത്തിൽ എല്ലാം കാണാം, ആരെയും കാണാം, ആരുടെ പേരിലും വ്യാജ രൂപത്തിൽ പിശാചിന് പ്രത്യക്ഷപ്പെടാം. പക്ഷേ എന്നെ ആരെങ്കിലും സ്വപ്നത്തിൽ ദർശിച്ചാൽ എന്നെ തന്നെയാണ് കണ്ടത്, എന്റെ രൂപത്തിൽ ഡ്യൂപ്ലിക്കേറ്റായി പിശാചിന് വരാൻ സാധ്യമല്ലെന്ന് അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെയാണ് എൻ്റെ ഭാര്യ പിതാവ് ബഹുമാന്യനായ ഉസ്താദ് KT മാനും മുസ്ലിയാർ അവർകളാണ്. നവ്വറല്ലാഹു മർഖദഹു ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം ഭാര്യ പിതാവ് മാത്രമല്ല, ഈ കഴിഞ്ഞ ഒരുപാട് കാലം ഈ ആദർശ രംഗത്തെ സംശയങ്ങളിൽ പലതും നിവാരണം വരുത്തിയത് ദർസിൽ ഇരുന്നിട്ടല്ല, അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഞാനത് സൂചിപ്പിക്കുന്നത് ഞാൻ വലിയ ആളാക്കി പറയാനല്ല, നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം. നമ്മുടെ ബന്ധപ്പെട്ട പൂർവികർ ആരായിരുന്നു? ഗുരുവരന്മാരായിരുന്നു. ഈ ഉസ്താദ് അവർ മരിക്കുന്നതിന് ഞാൻ ദൃക്സാക്ഷിയാണ്. നിങ്ങളൊക്കെ ആ സദസ്സിലുണ്ടാവും. അന്ന് കോഴിക്കോട് ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ മഹാസമ്മേളനം നടക്കുന്ന ആ നഗരിയിൽ ആ സ്റ്റേജിൽ നിന്ന് ഉസ്താദ് ഇറങ്ങിപ്പോകുന്ന സമയത്ത് കൂടെ ആംബുലൻസിൽ കയറിയ ആളാണ് ഞാൻ. ആ ആംബുലൻസിൽ കയറിയിട്ട് ഉസ്താദിന് അസ്വസ്ഥത വർദ്ധിച്ചു. സെക്കൻഡുകൾ, മിനിറ്റുകൾക്കകം ഉസ്താദ് ആ സ്ട്രെച്ചറിൽ കടന്നു. ഇപ്പുറത്തെ സീറ്റിൽ ഞങ്ങൾ കുറച്ച് ആളുകളിരുന്നു. ആംബുലൻസ് വിട്ടു. 1 മിനിറ്റ് കടന്നു വീട്ടില്ല. ഉസ്താദ് വെള്ളം 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 എന്ന് പറഞ്ഞു. ഞാൻ പിന്നീട് ഓർക്കാറുണ്ട്, മരിക്കുന്ന സമയത്ത് കടലിലെ മുഴുവൻ വെള്ളം കുടിച്ച് തീർത്താലും ദാഹം തീരില്ലെന്നൊക്കെ നമ്മൾ പൂർവികർ പറയാറുണ്ട്. ഞാൻ ഓർത്തുപോയി. ആ സ്റ്റേജിൽ വെച്ച് ഉസ്താദ് ഒരുപാട് വെള്ളം വാങ്ങി കുടിച്ചിരുന്നു.
അപ്പൊ ഒരു ബോട്ടിൽ വെള്ളം മുന്നിൽ ആരോ വെച്ചിട്ടുണ്ട്, അതെടുത്ത് പൊട്ടിച്ച് കൊടുത്ത് വായിലേക്ക് ഒഴിച്ചപ്പോൾ ഉസ്താദ് സ്വയം എഴുന്നേറ്റിരുന്നിട്ട് അത് വാങ്ങിയിട്ട് ആവശ്യത്തിന് വെള്ളം കുടിച്ച് അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ 3 തവണ കലിമ ചൊല്ലിയിട്ട് ആ വായിലെ വെപ്പ് പല്ലെടുത്ത് കയ്യിലേൽപ്പിച്ചിട്ട് അങ്ങനെ കടന്നു. സുന്ദരമായിട്ട് ആരും കണ്ണ് ചിമ്മിച്ചു കൊടുക്കേണ്ടി വന്നിട്ടില്ല. കണ്ണടച്ചുകൊണ്ട് കലിമ ചൊല്ലി മരിച്ച ആ മഹാപണ്ഡിതൻ. ഇങ്ങനെയാണ് നിങ്ങളൊക്കെ ആലോചിച്ചു. നിങ്ങളെ ഗുരുവന്മാർ, നമ്മുടെ മദ്രസ പഠിപ്പിച്ച ഉസ്താദ്മാർ പോലും, നമ്മുടെ മൊല്ലാക്കന്മാർ പോലും, നമ്മുടെ നാട്ടിലെ സുന്നത്ത് ജമാഅത്ത് നേതൃത്വം നല്ലവരായ ആളുകൾ പോലും, ഇവരൊക്കെ വിശുദ്ധരാണ്, നല്ലതിൽ മരിച്ചുപോയവരാണ്. ഈ പരിശുദ്ധമായ ആദർശം അതേപടി നിലനിർത്താനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിൽ നമ്മുടെ പൂർവികർ രൂപീകരിച്ചത്. അത് 100ാം വാർഷികം ആഘോഷിക്കാൻ പോവുക. 98 വർഷമായി. അതൊരു ചില്ലറ കാര്യമല്ല. ലോക തലങ്ങളിൽ എവിടെയൊക്കെയാണോ ബിദ്അത്തിന്റെ വിടയാട്ടം നടക്കുന്നത് നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ബിദ്അത്തിന്റെ ആധിപത്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. നമ്മുടെ GCC കൺട്രികൾ തന്നെ, സൗദി അറേബ്യ അവിടെ നിൽക്കട്ടെ, ഈ UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഓരോ രാജ്യങ്ങളും ചെന്ന് നോക്കിയാൽ ഓരോ വർഷവും ബിദ്അത്തുകാരുടെ ആധിപത്യവും സ്വാധീനവും വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അവരുടെ ലഘുലേഖ വിതരണം, അവരുടെ ക്ലാസ്സുകൾ, അവരുടെ ക്യാമ്പുകൾ, അവരുടെ കോളേജുകൾ പോയി പഠിച്ചു വന്ന ആളുകളുടെ സ്വാധീനങ്ങൾ ഇല്ലേ? UAE-യിലൊക്കെ ഒരു 20 വർഷത്തിനകം എത്ര മാറ്റമാണ് വന്നത്, വലിയ മാറ്റം. ഞാൻ ആദ്യഘട്ടത്തിൽ UAE-യിൽ പോകുന്ന സാഹചര്യത്തിൽ തറാവീഹിന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. തറാവീഹിന് ഏറെക്കുറെ എല്ലാ പള്ളികളും 20 റക്അത്ത് നിസ്കാരമാണ്. ഏറെക്കുറെ എല്ലാവരും 20 റക്അത്ത് ഉണ്ടാവും. പക്ഷെ അതിനിടയിൽ ഒരു 4 റക്അത്ത് പറഞ്ഞാൽ കുറച്ചാൾ പോകും, 8 കഴിഞ്ഞാൽ കുറച്ച് പോകും, 12 പറഞ്ഞാൽ കുറച്ച് പോകും, 20 നിന്നാലുണ്ടാവും പകുതി മുക്കാൽ ആളുകൾ. അത് മാറി മറിഞ്ഞു വന്നൊരു ചിത്രം മാറി മാറി നിലവിൽ UAE അറിയുന്ന ആളുകൾക്കറിയാം വിശുദ്ധ റമദാൻ തറാവീഹ് 20 റക്അത്ത് നിസ്കരിക്കുന്ന പള്ളി എവിടെയെന്ന് അന്വേഷിക്കണം. ഏതെങ്കിലും ഒരു പള്ളി ഉണ്ടാവും. കാരണം രണ്ടും ചെയ്യാം അവിടെ. ആ പള്ളിയിൽ ചെന്നാൽ തന്നെ തറാവീഹ് ഇമാം 20 റക്അത്ത് നിസ്കരിക്കുമ്പോൾ അവിടെ 4ഉം 8ഉം കഴിഞ്ഞാൽ ആളുകളൊക്കെ ഇറങ്ങിപ്പോയി. ബാക്കി നിൽക്കുന്ന 20 നിസ്കരിക്കുന്ന ആളുകൾ ഒറ്റപ്പെട്ട അറബികളും മലബാരികളും പാകിസ്ഥാനികളും മാത്രമാണെന്ന് കണ്ടെത്താൻ സാധിക്കും. എത്ര വലിയ സ്വാധീനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തേ കേരളത്തിൽ ബിദ്അത്തിന്റെ സ്വാധീനം നടക്കാൻ പോയത്? സത്യത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ അപേക്ഷിച്ചിടത്തോളം ജമാഅത്ത് ഇസ്ലാമിക്ക് വമ്പിച്ച ഫണ്ട് ഉണ്ട്, ഇഷ്ടം പോലെ ഫണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇഷ്ടം പോലെ ഫണ്ട് ഉണ്ട്. വിദേശ പണം ആവശ്യാനുസരണം ലഭ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജമാഅത്ത് 4 മഹലില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കോടികൾ മുടക്കി ഓരോ മാസവും അങ്ങോട്ട് ചെലവഴിച്ചൊരു ചാനൽ നടത്താനും പത്രം നടത്താനും ജമാഅത്തെ ഇസ്ലാമിക്ക് വിദേശ സക്കാത്തിന്റെ ഫണ്ടാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സ്വാധീനം ചെലുത്തിയിട്ടും എന്തേ ജമാഅത്തെ ഇസ്ലാമിക്ക് 10 ആളെ കിട്ടാത്തത്? എവിടെയാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് 10 അനുയായികൾ? അത് മരിച്ചു കഴിയുന്നവരെ പോകും. അത് കഴിഞ്ഞ ആ പത്രം ചാനൽ ചിലപ്പോൾ നിലനിൽക്കും. ഈ ഫണ്ട് ഇങ്ങനെ തുടരുകയാണെങ്കിൽ എന്തേ മുജാഹിദ് പ്രസ്ഥാനത്തിൽ കുറച്ച് ആളുകളുണ്ട്, ശരി, പക്ഷെ ചിഹ്ന ഭിന്നമായി തമ്മിലടിച്ച് ശിഥിലമായിക്കൊണ്ടിരിക്കുന്നത് എന്താ? അവരെ പ്രശ്നമല്ല. അവരാദർശപരമായ അപചയം, ആദർശമായ പാപ്പരത്വം, വസ്തുനിഷ്ഠമായി വൺ ബൈ വണ്ണായി കേരളീയ മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പണ്ഡിതന്മാർ പഠിപ്പിച്ചു കൊടുത്ത് ഉത്തരം മുട്ടിച്ച് മറുപടി പറയാൻ സാധിക്കാത്ത പശ്ചാത്തലം വരുമ്പോൾ അതിന്റെ പേരിൽ തമ്മിലടിച്ച് ശിഥിലമായി കൊണ്ടിരിക്കുന്ന ദൃശ്യമല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? സുന്നത്ത് ജമാഅത്തിന് പോർലുമേൽക്കാതെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അജയ്യമായി സംവിധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം അതിനുണ്ട് കാരണം ഇതിന്റെ തുടക്കക്കാരൊക്കെ വലിയ ബറക്കത്തുള്ള മഹാന്മാരാണ്.